പാർട്ട് 2ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഫാങ് അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ ടൈമിന് അവൻ ടാനിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ കോൾ എടുക്കുന്നില്ല. അവനങ്ങനെ ടാനിനെ വീണ്ടും കോൾ ചെയ്ത് ടാനിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ടാൻ അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരായിരുന്നു. ആ സമയം ഫാങ് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് അവൻ ഓടിച്ചെന്ന് ഫാങ്ങിൻ്റെ അടുത്ത്, "ഫാങ്, നീ എന്താ ഇവിടെ? എന്നെ കാണാൻ വന്നതാണെന്ന് ചോദിക്കുകയാണ്." ഫാങ് ആ സമയം നല്ല ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ടാനിൻ്റെ അടുത്ത്, "ഞാൻ നിന്നെ എത്ര പ്രാവശ്യം കോൾ ചെയ്തു, എന്താ ഫോൺ എടുക്കാത്തത്?" എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടാനാണെങ്കിൽ, "നീ എന്നെ വിളിച്ചായിരുന്നോ? സോറി, ഞാൻ എൻ്റെ ഫോണ് മ്യൂട്ടിലിട്ടൊക്കെയായിരുന്നു" എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. നോക്കിയപ്പോൾ 3 മിസ് കോൾ ഉണ്ടായിരുന്നു. ആ സമയം ടാനാണെങ്കിൽ, "അയ്യോ സോറി, ഞാൻ കണ്ടില്ല" എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ഫാങ് ഭയങ്കര അപ്സെറ്റായിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് ടാനാണെങ്കിൽ, "എന്തു പറ്റി? ആരാ നിന്നെ അപ്സെറ്റാക്കിയത്? ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തത്? അവനെ എനിക്ക് കാണിച്ചാൽ ഇടിച്ച് ശരിയാക്കി തരാമെന്ന് പറയാണ്." ആ ഒരു ടൈമിന് ഫാങ് ആണെങ്കിൽ, "ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് എൻ്റെ പ്രോജക്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്തു. പക്ഷേ വിചാരിച്ചത്രയും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിഷമത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ നിന്നെ കോൾ ചെയ്തത്. അപ്പം നീ കോൾ എടുക്കുകയും ചെയ്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറയുന്നതൊക്കെ റീസൺ ഇല്ലാത്തൊരു കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്." ഹസ്ബൻഡ് ടാനാണെങ്കിൽ, "അയ്യോ, അത് റീസൺ ഇല്ലാത്ത കാര്യമൊന്നുമല്ല. എൻ്റെ ക്യൂട്ട് ബേബി, ഇങ്ങനെ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫാങ്ങിനെ എന്ത് ക്യൂട്ടാന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറിറ്റേറ്റഡ് ആയിട്ടിരുന്ന ഫാങ് ഇവനിങ്ങനെ പറയുന്ന കേട്ടിട്ട് അടിക്കാനായിട്ട് കൈയെടുത്ത് ഓങ്ങാണ്. ഇത് മനസ്സിലായിട്ട് ടാൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ആ സമയം ഫാങ് ചിരിക്കുകയാണ്. പക്ഷേ ടാൻ ഓടിപ്പോയൊന്നുമില്ല. അവൻ തിരിച്ച് വീണ്ടും ഫാങ്ങിൻ്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ഫാങ്ങിനോട്, "വാ, നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പിന്നെ നിൻ്റെ കോൾ എടുക്കാത്തതിന് പകരമായിട്ട് നിനക്കുള്ള ഫുഡും ഞാൻ വാങ്ങിച്ചു തരാം. വാ, നമുക്ക് പോകാമെന്ന്" പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന പീം അവൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്നതാണ്. ഇട്ടതിന് പെയിൻറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അത് പെയിൻ്റാണോ മറ്റെന്തെങ്കിലും സംഭവം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവനിങ്ങനെ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതായത് ആ സാധനം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് പെയിൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അത് തീർന്നു പോയിട്ട് അവനാണെങ്കിൽ, "ഷോ, എനിക്കെപ്പോഴും ഇതാണല്ലോ അവസ്ഥ, ഇങ്ങനെ ഇപ്പം എങ്ങനെ പെയിൻറ്റ് ചെയ്യും" എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിന് അവനെ പുമ്മ് കോൾ ചെയ്യാണ്. ആ സമയം പീം എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. പുമ്മപ്പോൾ, "എന്താ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ വിളിക്കാൻ പാടുള്ളൂ" എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീം, "എന്തായാലും നീ വിളിച്ചത് നന്നായി. എനിക്കെൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു. നീ എന്നെ കാണാനായിട്ട് വരാൻ" പറയാണ്. പീം സാധാരണ പുമ്മിൻ്റെ അടുത്ത് തന്നെ കാണാനായിട്ട് വരാൻ പറയാറില്ല. സാധാരണയെന്നല്ല, ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പീം ഇങ്ങനെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പുമ്മാണെങ്കിൽ ഷോക്കായിട്ട് എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ക്യൂ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ്. ആ സമയം ടോയ് ഇവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ടോയിൻ്റെ കയ്യിൽ നമ്മുടെ ക്യൂവിൻ്റെ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. എന്നാൽ ക്യൂ ആണ് താൻ പുറകിലത് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ആ സമയം ക്യൂ, "നീ ഇതിനായിട്ട് വീട്ടിൽ പോയില്ലേ? എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ, "നിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന്" പറഞ്ഞിട്ട് ക്യൂവിൻ്റെ ബോക്സിൽ വരച്ച ഡ്രോയിങ് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഒരു പയ്യൻ്റെ കാർട്ടൂൺ പിക്കായിരുന്നു. അത് ക്യൂവിനെ കാർട്ടൂൺ പിക്കായിട്ട് വരച്ചെന്നാണ് തോന്നുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ക്യൂ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടൈമിന് ടോയ് ആണെങ്കിൽ, "ഇത് വലിയ രസമൊന്നും ഇല്ല" എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ, "അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നീയാണ് ബെസ്റ്റ്" എന്ന് പറയാണ്. ആ സമയം ടോയ് സന്തോഷിച്ചിട്ട്, "അത് പിന്നെ ക്യൂവിൻ്റെ ജൂനിയർ എപ്പോഴും ബെസ്റ്റ് ആയിരിക്കുമല്ലോ" എന്ന് പറയാണ്. ആ സമയം ക്യൂ, "അതെ അതെ, വാ" എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന പീം അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവൻ പുമ്മിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. ആ സമയം പുമ്മ അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പീമിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, "അല്ല, എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞേ? സീക്രട്ടായിട്ട് എൻ്റെ അടുത്ത് നിനക്ക് ലവായിട്ട് തോന്നി തുടങ്ങിയോ" എന്ന് ചോദിക്കുകയാണ്. ആ സമയം പീം, "പിന്നെ ലവ് വേറെ പണിയൊന്നുമില്ലല്ലോ, എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അതിന് നിന്നെ കൂട്ടിനെ വിളിച്ചതാണെന്ന്" പറയാണ്. ആ സമയം പുമ്മ്, "അതിന് തന്നെയാണ് വിളിച്ചതെന്ന് വെച്ചപ്പോൾ പീം, "അതിന് തന്നെയാണ് വിളിച്ചത്. എന്നാ വാ, നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വരാം. തിരിച്ച് വന്നിട്ട് എനിക്ക് ഡ്രോയിങ് ചെയ്യാനുള്ളതെന്ന്" പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അങ്ങ് ചെല്ലാണ്. അങ്ങനെ കടയിൽ ചെന്നിട്ട് പെയിൻറ്റ് ബ്രഷും ഒക്കെ ഇങ്ങനെ പീം ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. ആ സമയം പീം ഓരോ പെയിൻറ്റ് ബ്രഷും ഇങ്ങനെ നോക്കി എടുക്കുന്ന കണ്ടിട്ട് പുമ്മാണെങ്കിൽ, "അല്ല, എല്ലാ പെയിൻറ്റ് ബ്രഷും ഒരുപോലെയല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ നോക്കിയെടുക്കുന്നതെന്ന്" നോക്കിയാണ്. ആ സമയം പീമാണെങ്കിൽ, "എല്ലാം ഒരുപോലെയല്ല, ആക്ച്വലി ഓരോന്നിനും അതിൻ്റേതായ ഓരോ യൂസ് ഉണ്ട്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് വലിയൊരു ബ്രഷാണ്, പിന്നെ ഇത് ഫ്ലാറ്റാണ്, ഇത് വലിയ ലാർജ് ഏരിയാസുള്ള ഡ്രോയിങ്സ് എല്ലാം നമുക്ക് വരയ്ക്കാനായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ചെറുതാണ്, ഇതിൻ്റെ ഷേപ്പ് റൗണ്ടായിട്ട് വരും ഒരുവിധം. ഇത് നമുക്ക്
ഏതെങ്കിലുമൊക്കെ ചെറിയ ഡീറ്റെയിൽസൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെച്ച് പതുക്കെ വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത്, അല്ല നീ എന്തിനാ ഇപ്പോൾ ഈ ബ്രഷിൻ്റെ കാര്യങ്ങളും ഡിഫറൻസൊക്കെ ചോദിച്ചത്, നിനക്ക് പെയിൻറ്റിങ്ങിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താല്പര്യമൊന്നുമില്ല, അത് പിന്നെ നിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അറിഞ്ഞിരിക്കാനാണ്, എന്നാലല്ലേ എനിക്ക് നിന്നെ നല്ലതുപോലെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ആ സമയം പുമ്മിനൊന്ന് നോക്കിയിട്ട് എനിക്കെന്നെ സ്വയം നോക്കാൻ അറിയാമെന്ന് പറയാണ്. ആ സമയം എന്തു പറ്റി, ഞാൻ ഇന്നലെ രാത്രി നിന്നെ നോക്കിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം പുമ്മിനൊന്ന് നോക്കിയിട്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ പുമ്മിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ ഷെൽഫിലൊന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അവൻ നടന്നു പോയപ്പോൾ പുമ്മാണെങ്കിൽ എന്തു പറ്റി, നീ ബ്ലഷ് ആയോ എന്നിങ്ങനെ ചോദിച്ച് അവൻ്റെ പുറകെ പോവാണ്. അതിനുശേഷം ടാനിനെ ഫാങ്ങിനെ കാണിക്കുമ്പോൾ ഫാങ്ങാണെങ്കിൽ ടാനിന് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ട് വരാണ്. അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ടാങ് നോക്കിയപ്പോൾ ഫാങ് സ്പെഗറ്റി ആയിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ടാനാണെങ്കിൽ, ഓ സ്പെഗറ്റി, വീണ്ടും ഇത് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഫാങ്, എനിക്കിത് മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാണ്. ആ സമയം ടാൻ, ഇല്ല 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 ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കഴിക്കുകയാണ്. ആ സമയം ഫാങ് കഴിക്കാതിരിക്കുന്ന കണ്ടിട്ട് ടാനാണെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന് വായിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. എന്നാൽ ഫാങ് വേണ്ടെന്ന് പറയാണ്. പക്ഷേ ടാൻ വിട്ടെടുക്കുന്നില്ല. ടാനാണെങ്കിൽ ഇങ്ങനെ സ്പൂണിൽ എയ്റോപ്ലെയിനിൽ ഇങ്ങനെ കളിച്ചു കൊണ്ടുവരുന്ന പോലെ നമ്മുടെ ഫാങ്ങിന് ഫുഡ് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ കഴിക്കുകയാണ്. ആ സമയം ടാൻ, ഞാനൊരു സിനിമയിൽ ഒരു കപ്പിൾസ് ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നൂഡിൽസ് എടുത്ത് അവൻ്റെ വായിൽ വെച്ചിട്ട് മറ്റേ അറ്റം ഫാങ്ങിൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവൻ ഫാങ്ങിൻ്റെ അടുത്ത് വെച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഫാങ് ടാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ കഴിച്ച് വന്നപ്പോഴത്തേക്കും ടാനാണെങ്കിൽ ഫാങ്ങിനെ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിക്കുന്നതും ടാനാണെങ്കിൽ നമുക്കൊന്നുകൂടെ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഫാങ്, അതൊന്നും വേണ്ട, പോയിരുന്ന് കഴിക്കാനായിട്ട് പറയാണ്. അതിനുശേഷം വീണ്ടും പുമ്മിനെയും കാണിക്കുമ്പോൾ ഇവർ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയായിരുന്നു. അങ്ങനെ പുമ്മിൻ്റെ അടുത്ത്, എനിക്ക് കമ്പനി തന്നതിന് താങ്ക്സ്, ഇനി നീ തിരിച്ച് പൊക്കോളാനായിട്ട് പറയാണ്. അപ്പോൾ ഓഹോ എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നീ എന്നെ ഓട്ടിച്ച് വിടുവാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ പോവാ, കുറേ നേരം ഇന്ന് രാത്രി മൊത്തം ഞാനിരുന്ന് വർക്ക് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ എന്നോട് വീട്ടിൽ പൊക്കോളാനായിട്ട് പറയാൻ പറഞ്ഞതെന്ന് പറയാണ്. ആ സമയം എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, ഞാൻ നിൻ്റെ കൂടെ നിന്നോട്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പക്ഷേ നിനക്ക് ഒരുപാട് ബോറടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് ഞാൻ നിന്നോട് നിന്നോട്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പുമ്മിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവരുടെ നേരെ ഭീമിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് അവൻ്റെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം അവിടെ ഇരുന്ന വർക്കെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിൻ്റെ അടുത്ത് നിന്നിട്ട്, ഇതാണോ നിൻ്റെ വർക്കെന്ന് വെച്ചപ്പോൾ അതേന്ന് പറയാണ്. ആ സമയം ആർട്ട് പിള്ളേരെല്ലാവരും ഒടുക്കത്തെ ടാലൻറ്റഡ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചുറ്റുമുള്ള ഡ്രോയിങ്സ് എല്ലാം ഒന്ന് പോയി നോക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ശരി നോക്കിക്കോ, ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി, നീ പോയി നോക്കിക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ പുമ്മാണെങ്കിൽ അവിടേക്ക് ചെന്നിങ്ങനെ നോക്കുകയാണ്. ആ സമയം അവൻ്റെ അടുത്ത്, അഥവാ നിനക്ക് ഉറക്കം വരികയോ ബോറടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാനായിട്ട് പറയാണ്. അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പുമ്മിനെ നോക്കുകയാണ്. ഈ ഒരു ടൈമിന് ടാനിനെയും ഫാങ്ങിനെയും കാണിക്കുമ്പോൾ ടാൻ അവിടെ ഉറങ്ങാനായിട്ട് ബെഡിൽ വന്നിങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ആ സമയം ഫാങ് ഇങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ടാനാണെങ്കിൽ റൊമാൻറ്റിക്കായിട്ട് എൻ്റെ അടുത്തേക്ക് വാ നമുക്ക് ഇവരുടെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ ഫാങ് മൈൻഡ് പോലും ചെയ്യാതെ ടവലെടുത്ത് നേരെ ടാനിൻ്റെ നേരെ എറിയാണ്. ആ സമയം ടാൻ ഫാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട്, ഓ നീ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് പറയാണ്. ആ സമയം ഫാങ്, ഞാൻ എങ്ങനെയാണ് റൊമാൻറ്റിക് ആവേണ്ടതെന്ന് വെച്ചപ്പോൾ ടാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെയാണ് റൊമാൻറ്റിക് ആവേണ്ടതെന്ന് പറഞ്ഞ് ഫാങ്ങിനെ ബെഡിലേക്ക് കൊണ്ട് കിടത്താണ്. എന്നിട്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാണ്. എന്നിട്ട് അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ വരുന്ന ടൈമിന് ഫാങ് ആണെങ്കിൽ ടാനിനെ പിടിച്ച് വെച്ചിട്ട് അടുത്തിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ടാനിനെ അങ്ങ് കിസ് ചെയ്യാണ്. പിന്നെ രണ്ടുപേരും ഫുള്ള് കിസ്സും ചെറുതായിട്ടൊന്ന് ഇൻറ്റിമേറ്റ് ആവുന്നൊക്കെയുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുമ്പോൾ അവ ഇങ്ങനെ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞതും ആണെങ്കിൽ എഴുന്നേറ്റ് പുമ്മിൻ്റെ അടുത്തേക്ക് വരാണ്. ഭീമിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവിടെ സൈഡിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് പുമ്മിനെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അടുത്ത്, നീ വിചാരിക്കുന്ന പോലെ അത്ര മോശമായിട്ടൊരു പയ്യനൊന്നുമല്ല, അവൻ കുഞ്ഞായിരുന്നപ്പോഴേ അവൻ്റെ പാരൻസ് അവനെ എബ്രോഡ് അയച്ചു, അവൻ ഒറ്റപ്പെട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അവൻ ഒരുപാട് ചേഞ്ചായിപ്പോയി എന്നൊക്കെയുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചിട്ട് പുമ്മിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പതുക്കെ പുമ്മിൻ്റെ മൂക്കിൽ ഒന്ന് ടച്ച് ചെയ്യാണ്. ആ സമയം കണ്ണുറന്ന് നോക്കുകയാണ്. ഇത്രയും ക്ലോസ് ആയിട്ട് വന്ന് അവനെ നോക്കുന്ന കണ്ടിട്ട് പുമ്മാണെങ്കിൽ, നീ ഇത്രയും ക്ലോസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിൻ്റെ ഹാർട്ടിനത് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്കും അതിന് മറുപടി കൊടുക്കാതെ പിന്നെയും പുമ്മിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭീമിനെ കിസ് ചെയ്യാണ്. ഇതുവരെയായിട്ട് ഇപ്പോൾ ഒരുപക്ഷെ ഈ ലോകത്ത് തന്നെ സെറ്റാവാണ്ട്
ഇത്ര അധികം കിസ് ചെയ്ത് രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രമായിരിക്കും. ഇപ്പം ഇത്രയാണെങ്കിൽ ഇവരുടെ സെറ്റായി കഴിഞ്ഞാൽ എന്തുമാത്രമായിരിക്കും കാണേണ്ടി വരിക എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ. അങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞതും ഭീമും പൂമും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് ഭീമ് നീ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവരുടെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. പൂമ്പ് എന്നിട്ട് ഭീമിൻ്റെ അടുത്ത് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, നിൻ്റെ വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഭീം അപ്പോൾ കഴിഞ്ഞു, ഞാൻ പോയി എൻ്റെ സാധനം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുത്തുകൊണ്ട് വന്ന് ഇവർ നേരെ ഭീമിൻ്റെ വീട്ടിൽ ചെല്ലാണ്. അങ്ങനെ ഭീമിൻ്റെ വീട്ടിലെത്തിയതും ഭീം കാറിൽ നിന്ന് പുറത്തിറങ്ങാണ്. പുമ്മു ഇറങ്ങുന്നുണ്ട്. ഭീം ആ സമയം പുമ്മിൻ്റെ അടുത്ത് നാളെ ക്യൂവും പിന്നെ എൻ്റെ മറ്റെല്ലാ ഫ്രണ്ട്സും കൂടെ ആയിട്ട് ഇവിടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നീയും വാ, നീ നിൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കാനായിട്ട് പറയാണ്. ആ സമയം പുമ്മ് ഞാൻ നാളെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നോളാം, നമുക്ക് നാളെ കാണാം, ഗുഡ് നൈറ്റ് എന്ന് പറയാണ്. ആ സമയം ഭീമും തിരിച്ച് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്ന ടൈമിൽ രണ്ടുപേരും പരസ്പരം അവരുടെ തലയിൽ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്വപ്ന ലോകത്തിരുന്നിട്ട് ഭീം വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങാണ്. എന്നാൽ പുമ്മിനെ നോക്കി വായി നോക്കിക്കൊണ്ട് ഇങ്ങനെ കയറിപ്പോയിട്ട് തന്നെ ഗേറ്റിൽ ചെന്നൊരു ഒന്നൊന്നൊരു ഇടി ഇടിക്കുകയാണ് ഭീം. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അവനകത്തേക്ക് കയറി ചെല്ലാണ്. അവനെ റൂമിൽ ചെന്നിട്ട് പുമ്മന്ന് നശിപ്പിച്ച അവൻ്റെ ആ ഡ്രോയിങ് അവൻ കംപ്ലീറ്റ് ചെയ്ത് വച്ചിരുന്നതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അവൻ്റെ സാറാണെങ്കിൽ അവൻ്റെ അടുത്ത് അവൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിന് നീ ഏത് വർക്ക് ചെയ്താലും അതിലെല്ലാത്തിലും നിൻ്റെ ഏതെങ്കിലും നീ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിൻ്റെ ഒരു അംശം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അങ്ങനെ അതാലോചിച്ചിട്ട് പുമ്മ് അവന് കൊടുത്ത ആ ഒരു പൂക്കൾ അവനവിടെ വച്ചിരുന്നതിനെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പൂവും നോക്കിയിട്ട് അവൻ എന്തോ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയ ഒരു ഡ്രോയിങ്ങിൽ അവൻ വീണ്ടും എന്തോ ചേർത്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഭീമാണെങ്കിൽ അവൻ്റെ ആൻറ്റീനെ അവരുടെ കഫേയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിൽ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് എന്നിട്ട് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്യാണ്. അവനങ്ങനെ ഇപ്പം തരാമെന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ക്ലുവനായിരുന്നു. ആ സമയം അവനാണെങ്കിൽ ക്ലുവൻ്റെ അടുത്ത് നീ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ക്ലുവനാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ഭീമാണെങ്കിൽ അവനോട് ഡ്രിങ്ക്സും കൊണ്ടുവന്നിട്ട് ക്ലുവൻ്റെ അടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം ക്ലുവനാണെങ്കിൽ നിനക്ക് അകത്ത് പോയി വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഭീം കുഴപ്പമില്ല, ഞാനിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, പിന്നെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സൊന്നും ഇല്ലല്ലോ, അല്ല നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ സമയം ക്ലുവൻ ഒന്നുമില്ല വെറുതെ വന്നതാ എന്നിങ്ങനെ പറയാണ്. ഈ ഒരു ടൈമിന് ഇവരുടെ ഇടയിൽ ചെറിയൊരു സൈലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ക്ലുവൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഭീം എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ തുറന്ന് പറയാനായി പറയാണ്. ആ സമയം ക്ലുവൻ നിനക്ക് ആരുടെത്തിലും ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കറക്റ്റ് ടൈമിന് ക്ലുവൻ ഒരു കോൾ വരാണ്. വിളിച്ചത് അവൻ്റെ അച്ഛനായിരുന്നു. ഭീം അങ്ങനെ അവൻ്റെ അടുത്ത് കോൾ എടുക്കാൻ പറയാണ്. ക്ലുവൻ അങ്ങനെ കോൾ എടുത്ത് സംസാരിക്കുകയാണ്. കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതും ക്ലുവനാണെങ്കിൽ വീട്ടിലൊരു അർജൻറ്റ് കാര്യം, എനിക്കിപ്പോൾ തിരിച്ച് പോകണം, നമുക്ക് പിന്നെ കാണാമെന്ന് ഇറങ്ങിയിട്ട് അവൻ പോകാനായിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. ആ ഒരു ടൈമിന് ഭീം ക്ലുവൻ്റെ അടുത്ത് എനിക്ക് ഓൾറെഡി ഒരാളുടെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ക്ലുവൻ ഭീമിനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ശരി എന്നാൽ വേറൊരു ദിവസം വരാമെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വൈകുന്നേരം എല്ലാവരും നമ്മുടെ ഭീം പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഭീമുണ്ട്, ക്യൂ ഉണ്ട്, ടോയ് ഉണ്ട്, ചെയിൻ, പൻ, ടാൻ, ഫാങ്, മാത്യു ഇവരെല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അങ്ങോട്ടേക്ക് പുമ്മും മിക്കും ബിയറും കൂടെ വരാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്ത് ഡ്രിങ്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിന് ക്യൂ ടോയിൻ്റെ അടുത്ത് നീ സബ്മിറ്റ് ചെയ്ത വർക്കിന് എത്ര ഗ്രേഡ് കിട്ടുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ എനിക്ക് എന്തായാലും എ ഗ്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ക്യൂ ആ സമയം നല്ല കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ റൊമാൻറ്റിക് കാണിക്കുന്നുണ്ട്. എല്ലാവരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിന് മാത്യു ആണെങ്കിൽ ഈ ലവേഴ്സിനെ കണ്ട് മടുത്തു, ഈ സിംഗിളായിട്ടുള്ള എന്നെ സമാധാനിപ്പിക്കാനായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അവൻ്റെ വിഷമവും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവരങ്ങനെ എൻജോയ് ചെയ്ത് ഡ്രിങ്ക് ചെയ്യാണ്. അങ്ങനെ ഒരു ഡ്രിങ്കൊക്കെ ചെയ്യുന്ന ടൈമിന് എല്ലാവരും നല്ലപോലെ തന്നെ ഒരുവിധം കിളിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നല്ല നമ്മുടെ പന്നും പിന്നെ ടാനും അവരൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ കിളിയൊക്കെ അടിച്ച് വെക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ പന്നാണെങ്കിൽ ചെയിനൊക്കെ ഇട്ടിട്ട് അത് അവൻ്റെ പെറ്റായിട്ടുള്ള ചാർലിയാണെന്ന് കരുതിയിട്ട് ചാർലി നിനക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പാത്രത്തിൽ നിന്ന് എന്തോ ഒരു നീളത്തിനൊരു സംഭവം കണ്ട് ഈ ന്യൂഡിൽസ് പോലെയൊക്കെ ഇരിക്കും, എന്താ സാധനം എനിക്കറിയത്തില്ല, ആ ഒരു സാധനം എടുത്ത് നമ്മുടെ ചെയിന് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആ ടൈമിൽ ചെയിൻ അത് കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് ചെയിനിനെ അവൻ ചാർലി എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ചെയിനിന് മനസ്സിലായത് പന്ന് അവൻ്റെ പെറ്റായിട്ടാണ് അവനെ കണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ കുടിച്ചിട്ട് കിളിയെല്ലാം പോയിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ചെയിനും തിരിച്ചൊന്നും പറയാൻ പോയില്ല. ഈ ഒരു ടൈമിന് പന്ന് വീണ്ടും അവന് കഴിക്കാനായിട്ട് വീണ്ടും എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡ് ചെയിനിന് കടിക്കാൻ കൊടുത്തിട്ട് പന്ന് നിനക്ക് ഒറ്റയ്ക്ക് കഴിച്ച് തീക്കാൻ പറ്റില്ല എന്നറിയാം, അതുകൊണ്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് മറ്റേ ആ ചാമനും കടിക്കുകയാണ്. ഈ ഒരു ടൈം നമ്മുടെ ചെയിൻ ഷോക്കായിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ പന്നാണെങ്കിൽ അത് കഴിച്ച് ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയി വരാൻ പോവാണ്. ബാക്കി എല്ലാവരും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യു അവരുടെ അടുത്ത് നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ക്ലോസ് ആയിട്ട് എത്താറായതും കറക്റ്റ് മാത്യു ഇത് നടുക്ക് വെച്ച് അവൻ്റെ വിരലുകൊണ്ടങ്ങ് മുറിച്ച് വിടാണ്.
ഈ ചെക്കനിപ്പോൾ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്നാണ് എനിക്കറിഞ്ഞുകൂടാത്തത്. ഞാനാച്ചാൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഇവനെ വല്ലതും കിട്ടിയേനെ. ഒരു മൊമെൻ്റ് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BL ഫാൻസിന് ഇതൊക്കെ പോക്കായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയി. അങ്ങനെ ഇവനിത് കട്ട് ചെയ്ത് കഴിഞ്ഞതും ചെയിനിൻ്റെ അടുത്തും പന്നിൻ്റെ അടുത്തും നിങ്ങളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കപ്പിളായിട്ട് പിടിച്ച് വെച്ച് ഷിപ്പ് ചെയ്യുമെന്ന് പറയാണ്. ആ സമയം ചെയിനാണെങ്കിൽ ഷിപ്പ് ചെയ്തോട്ടെ, എനിക്കത് ഇഷ്ടമാണെന്ന് പറയാണ്. ഇവത് കുടിച്ചിട്ട് പറഞ്ഞതാണോ അതോ ബോധത്തോടെ പറഞ്ഞതാണോ അതൊന്നും അറിയത്തില്ല. ഈട്ടന് പന്നാണെങ്കിൽ ആരുടാ എന്നെ ഷിപ്പ് ചെയ്താ, ആരുടാ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആരുമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ എല്ലാവരും ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഭീമ നോക്കിയപ്പോൾ പുമ്മ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഭീമ പതുക്കെ എന്തിനാ നോക്കുന്നേ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പുമ്മ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഭീമ നോക്കിയപ്പോൾ പുമ്മ ഇവനെ തന്നെ നോക്കുന്നുണ്ടിട്ട് ഭീമ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് എല്ലാവരും പറഞ്ഞോ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇടയ്ക്ക് പുമ്മിനെ നോക്കുന്നുണ്ട്. പൂമ്മും ഇവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഭീമ ആ കാര്യം പറയാതെ അത് പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് വേണം, എൻ്റെ ഗ്ലാസ്സിൽ ഇരുന്ന് തീർന്നു, ഒഴിച്ചു തരാനായിട്ട് പറയാണ്. ആ സമയം എല്ലാവരും ഓ ഇത് പറയാനാണോ നീ ഇത്രയും കിടന്നിങ്ങനെ വളച്ച് ചുറ്റിയത്, നിനക്കങ്ങ് ചോദിച്ചാൽ പോരെ എന്നൊക്കെ പറയാണ്. ഈ ഒരു ടൈമിന് അവൻ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ആ സമയം പുമ്മ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ആ സമയം ഫാങ് ദേ അടുത്ത ആൾ എന്താണെന്ന് വെച്ചാൽ പറയാനായിട്ട് പറയാണ്. ഈ സമയം അവൻ്റെ അടുത്ത് ബാക്കിയുള്ളവർ ദേ നിനക്കും ഡ്രിങ്ക്സ് വേണമെന്ന് പറയാനാണെങ്കിൽ അടിച്ച് പറ്റിച്ചളയും, എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയാനായിട്ട് പറയാണ്. അങ്ങനെ പുമ്മാണെങ്കിൽ പീമിനെ വിളിക്കുകയാണ്. ആ സമയം പീമ് എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം പുമ്മ് പീമിനെ നോക്കുന്നല്ലാതെ മറുപടിയൊന്നും പറയാതിരിക്കുന്ന കണ്ടിട്ട് ഭീമാണെങ്കിൽ എന്താ കാര്യം പറയ്, എന്തിനാ വിളിച്ചതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം പുമ്മ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഭീമിന് വലിയ ഷോക്കൊന്നുമില്ല, അവനൊരു റിയാക്ഷനും ഇല്ലാതിരിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഒന്നൊന്നര റിയാക്ഷനായിരുന്നു. ആ ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബെസ്റ്റീസിനൊക്കെ അതായത് അവരെ മുന്നിൽ വെച്ച് നമ്മളെ ഒരാൾ ഇപ്പോൾ അഥവാ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർ നമ്മളെ കളിയാക്കും, ചിലർ ഒരു സന്തോഷത്തിൽ ഷോക്കാവുമല്ലോ. ആ ഒരു ഷോക്കൊക്കെ ഇവർക്കെല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഒന്നൊന്നര റിയാക്ഷനായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ റിയാക്ഷൻ ആയിട്ടിരിക്കുന്ന ടൈമിന് പുമ്മും ഭീമും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭീമ് പുമ്മിൻ്റെ അടുത്ത് നിനക്കെന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് എന്നിങ്ങനെ പറയാണ്. ബാക്കി സെൻറ്റൻസ് അവൻ പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ ഇവിടം വെച്ച് ഈ ഒരു എപ്പിസോഡ് എൻഡാക്കാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ഒരാഴ്ച വെയിറ്റ് ചെയ്താലേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ ഇതുവരെയുള്ള എപ്പിസോഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടുത്തിനി എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താവും, ചെയിനും പന്നും ഉടനെ തന്നെ സെറ്റാവോ, അതാണ് എനിക്കിപ്പോൾ മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ പല സീരീസിൻ്റെയും കുറേ എപ്പിസോഡ്സ് ഇടാനുണ്ട്. അതൊക്കെ പറ്റുന്ന പോലെ പറ്റിക്കഴിഞ്ഞാൽ ഡെയിലി ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നത് ബൈ.